ശ്രീ ജോസഫ് സി മാത്യു, എന്തായാലും കുരിശ് പൊളിച്ചു മാറ്റിയതിലുള്ള മുഖ്യമന്ത്രിയുടെ ആശങ്ക ഫലം കണ്ടിരിക്കുകയാണ്. പാപ്പാത്തിച്ചോലയിൽ വീണ്ടും മരക്കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അത് ഉടൻ തന്നെ ഇവിടുന്ന് എടുത്തു കളയേണ്ടത് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണ്. കാര്യം അത് സർക്കാർ ഭൂമിയായിട്ട് ലേവൽ ചെയ്തതാണ്. സർക്കാരല്ലാതെ വേറെ ആരെങ്കിലും സ്ഥാപിച്ച ഒരു സ്ട്രക്ചർ അവിടെ നിൽക്കാൻ പാടില്ല. ഇതിൽ മഞ്ജുഷ് ഒരു കാര്യം കൂടി പറയട്ടെ. UDFൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും അവർക്ക് കയ്യേറ്റങ്ങൾക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ വ്യക്തമായിട്ട് പറയുന്നത്. ഈ സ്ട്രക്ചറുകൾ നോക്കിക്കൊണ്ട് അതിൽ നടപടിയെടുക്കാൻ കഴിയില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യം മുന്നോട്ട് പോയില്ല എന്നുള്ളതിലും എനിക്ക് അത്ഭുതമില്ല. എന്നെ പക്ഷേ അത്ഭുതപ്പെടുത്തിയത് അതിന് പറയുന്ന ന്യായങ്ങളാണ്. ഇപ്പം നമ്മൾ കണ്ടു, ഒരു റേപ്പിസ്റ്റിൻ്റെ പേരിൻ്റെ മുന്നിൽ ഫാദർ എന്നുള്ളത് കൊണ്ട് നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ? ഫാദർ റോബിൻ എന്ന പേര്, നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ? സന്തോഷ് മാധവൻ കാവി ഇട്ടത് കൊണ്ട് നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു കയ്യേറ്റത്തിൻ്റെ മുന്നിൽ കുരിശ് വെച്ചതുകൊണ്ട് നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ട് പകച്ചു നിൽക്കേണ്ട എന്ത് ഇടതുപക്ഷ നയമാണ് അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്നെ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്നത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിന്നതുപോലും അല്ല. അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അത് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ വലിയ ഇച്ഛാശക്തി വേണം. അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കട്ടെ, എല്ലാ ആശംസകളും. പക്ഷേ അതിനിങ്ങനൊരു ന്യായം പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് MD രമേശ് സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ദയവായി താങ്കൾ എന്നോട് സഹകരിക്കുക. സമയം കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ വെച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ധിം തരികിടത്തു.